ഹലോ ടീച്ചേഴ്സ്, സ്കാറ്റർ സൈക്കോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഒന്ന് നോക്കാം. ലേണിംഗ് കർവ്. എന്താണ് ലേണിംഗ് കർവ്? ലേണിംഗ് കർവ് എന്ന് പറഞ്ഞ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. നമ്മൾ ലേൺ ചെയ്യുന്നത് ത്രൂ പ്രാക്ടീസിലൂടെ ലേൺ ചെയ്യുന്നതിൻ്റെ ഒരു പ്രോഗ്രസ് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ലേണിംഗ് കർവ്. മെയിൻലി 4 ടൈപ്സ് ഓഫ് ലേണിംഗ് കർവ് ആണ്: സ്ട്രെയിറ്റ് ലൈൻ, കോൺവെക്സ്, കോൺകേവ് ആൻഡ് മിക്സഡ്. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രസ് ഗോയിങ് അപ്വേർഡ് മൂവ്മെൻ്റ് ആയിരിക്കും. അത് റയർലി ഫൗണ്ട് ആണ്. കോൺവെക്സ് കർവിനെ നമുക്ക് നെഗറ്റീവ്ലി ആക്സിലറേറ്റ് ലേണിംഗ് കർവ് എന്നും പറയാം. അത് തുടക്കത്തിൽ അതിൻ്റെ ഗ്രോത്ത് റാപ്പിഡ് ആയിരിക്കും ആൻഡ് ദെൻ ഗ്രാജുവലി ഡിക്ലൈൻ ആയിരിക്കും. ആൻഡ് ദെൻ കോൺകേവ് കർവ് എന്ന് പറയുമ്പം നമുക്കതിനെ പോസിറ്റീവ്ലി ആക്സിലറേറ്റ് കർവ് എന്ന് പറയാം. തുടക്കത്തിൽ സ്ലോ ആയിരിക്കും ആൻഡ് ദെൻ റാപ്പിഡ്ലി ഇൻക്രീസ് ആയിരിക്കും. മിക്സ്ഡ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺവെക്സ് ആൻഡ് കോൺകർവ് മിക്സ്ഡ് ആയിട്ടായിരിക്കും. അതൊരു എസ് ഷേപ്പിലാണ് ഉണ്ടായിരിക്കുക. ആൻഡ് ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് കർവ്: സ്ലോ പ്രോഗ്രസ്, റാപ്പിഡ് പ്രോഗ്രസ് ആണ്, പീരീഡ് ഓഫ് ഡിക്ലൈൻ ഉണ്ടായിരിക്കും, പീരീഡ് ഓഫ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിരിക്കും, നോ അപ്പാരൻറ്റ് പ്രോഗ്രസ് ഉണ്ടായിരിക്കും. ആൻഡ് ദെൻ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷനിൽ മെയിനായിട്ട് ടീച്ചർക്ക് കുട്ടികളുടെ ബിഹേവിയർ തിരിച്ചറിയാൻ പറ്റും. സ്റ്റുഡൻസിന് അവരവരുടെ പ്രോഗ്രസ് മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഒരു പ്രോപ്പർ അക്കൗണ്ട് റെഗുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ലേണിംഗ് പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പീരീഡ് ഫോളോ റാപ്പിഡായിട്ട് പ്രോഗ്രസ്സും ഒന്നുമില്ലാതെ നമുക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നോ അഡ്വാൻസ്മെൻ്റ് ആണെങ്കിൽ അതിനെ പ്ലാറ്റ്യൂ എന്ന് പറയാം. ഇത്തരം പ്ലാറ്റ്യൂ ഉണ്ടാവാനുള്ള കാരണം ഫിസിക്കൽ കണ്ടീഷൻ പുവറായിരിക്കുന്നത്, മെൻ്റൽ ഫറ്റീഗ്സ്, ഇൽനെസ് ഉണ്ടായിരിക്കാം, ഡിസ്ട്രാക്ഷൻസ് ഓഫ് അറ്റൻഷൻ, ലാക്ക് ഓഫ് ഇൻട്രൻസ്, അതേപോലെ തന്നെ മോട്ടിവേഷനിലുള്ള കുറവ്, ടാസ്കിൻ്റെ കോംപ്ലക്സിറ്റി ഉണ്ടാവുന്നത്, അതേപോലെ തന്നെ ഓൾഡ് മെത്തേഡ് ന്യൂ മെത്തേഡ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ്, നമ്മൾ ഓൾഡ് സ്റ്റഡി ഹാബിറ്റ് നമ്മൾ പുതിയ കാര്യം പഠിക്കുമ്പോൾ ഇടയ്ക്ക് വരുന്നത്, ഇതെല്ലാം അതിൻ്റെ കാരണമാണ്. ഇത്തരം പ്ലാറ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു ടീച്ചിങ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. അതേപോലെ ടീച്ചർ സ്റ്റുഡൻസിന് നല്ലൊരു മെത്തേഡ് സജസ്റ്റ് ചെയ്യുക, ഒരു സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്രോപ്രിയേറ്റ് മെത്തേഡ്, ഡിസ്ട്രാക്റ്റിംഗ് ഫാക്ടേഴ്സിനെ എലിമിനേറ്റ് ചെയ്യുക, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ വിഷ്വൽ എയ്ഡ് കൊണ്ടുവരിക, അവരുടെ ഇൻക്രീസിങ് ലെവൽ ഓഫ് ഡിഫിക്കൽട്ടീനെ അനുസരിച്ചിട്ട് അവർക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് നൽകുക. സോ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ലേണിംഗ് കർവിനെ കുറിച്ചൊരു ഷോർട്ടായിട്ടുള്ള നോട്ട്സാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി. ഇതിൻ്റെ ഫ്രീ നോട്ട്സ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. താങ്ക്